ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ മോർണിംഗ് തൊട്ടിട്ട് നമ്മൾ പണിയൊക്കെ ഒരുങ്ങണ വരല്ലേ ആ ഒരു സംഭവങ്ങളാട്ടോ. ഫുഡൊക്കെ റെഡി ആവണ വരല്ലേ. ഇപ്പം രാവിലെ എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് പിന്നെയും കിടന്നിരുന്നു. പിന്നെ നീച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ കിടന്നപ്പോൾ തന്നെ ചായയൊക്കെ കുടിച്ചിരുന്നു. ചായയും പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ ആപ്പിളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളവും കുടിച്ചിരുന്നു. പിന്നെ കഴിഞ്ഞ് ഇവളിങ്ങനെ ഉച്ചക്കൊക്കെ ഉള്ള ഫുഡിന് വേണ്ടിയിട്ട് അരിയണമൊക്കെ ഉണ്ട്. തക്കാളി ഉള്ളിയൊക്കെ ചിക്കൻ മസാല ഇട്ടൊക്കെ വെച്ചു. പിന്നെ അത് ക്ലീനിങ് നമ്മൾ നടന്നതിന് ബെഡും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനും പിന്നെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്തത് ഉണക്കാട്ടിന് അത് കൊടുത്തോണ്ടിരാനും അത് മടക്കി വെക്കാനും അടിച്ചു വാരാനും തുടക്കാനും ഒക്കെ അങ്ങനെയുള്ള കാര്യം. പൊടി ഉണ്ടായി നിറച്ച് പൊടി കേട്ടോ. ടേബിൾ മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനും ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഡെയിലി ഇതൊക്കെ തന്നെയല്ലേ ഡെയിലി പണി. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ എടുത്തിടുന്നു. പിന്നെ അത് കഴിഞ്ഞ് തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പാടെ സോഫയിൽ കൊടുന്ന് ഇട്ടു. എന്നിട്ടിങ്ങനെ മടക്കി ഒതുക്കി വെച്ചു. അപ്പോൾ അവിടെ ഫുഡിനുള്ള അരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ഫുഡ് മന്തിയല്ല കപ്സിയല്ല, അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയാണ്ട് വെച്ചിരിക്കുകയാണ്. പുറത്ത് ഇങ്ങനൊരു വ്യൂ ആട്ടോ. ഇതന്നെ ഉള്ളൂ. ഈ രണ്ട് ജനാലൊക്കെ കൂടെ ഈ ഒരു വണ്ടികൾ പോകണം മാത്രം കണ്ടിരിക്കുക. കുറേ പൊടിയായിരുന്നു കേട്ടോ. പൊടി നല്ലോണം ഉണ്ട്. പറയുമ്പോൾ ഇന്നലെ അടിച്ചോരി മിഞ്ഞാന്നൊക്കെ അടിച്ചോരി, പക്ഷെ പൊടിക്കൊരു കമ്മിയൊന്നുമില്ല. നമ്മൾ നീ ഫുഡ് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ ആ അരി നമുക്ക് പാളിയതാട്ടോ. നമ്മൾ മേടിച്ചപ്പോൾ എന്ത് ചെയ്തു, നോർമൽ അരിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കൂടുന്നത്. പക്ഷെ നോർമൽ അരി അല്ല. ഫസ്റ്റത്തെ ദിവസം നമ്മൾ നോർമൽ അരി പോലെ വെച്ചുകൊണ്ട് അങ്ങനെ കഴിച്ചു. പിന്നല്ലേ മനസ്സിലായത് അതങ്ങനെയും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുന്നത്. അതങ്ങനെയല്ലേ. സോഫൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം അകത്തൊക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു, വലിച്ചെടുത്തു അതിൻ്റെ പൊടിയൊക്കെ. വരെ ചോറ് വെക്കണ പരിപാടി അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തുടച്ചത് മറ്റോളാണ്, എൻ്റെ അനിയത്തിയാണ് ഓള തുടച്ചത്. അങ്ങനെ തുടക്കണമുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. സ്വാഭാവികമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ച് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. തട്ടിക്കുട്ടികൊണ്ട് വെച്ചാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.